ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. ലാഹോറിലും സിയാൽകോട്ടിലും ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നു, ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വരുന്ന ഡ്രോണുകളെയും അതോടൊപ്പം തന്നെ മിസൈലുകളെയും ഇന്ത്യ പാകിസ്ഥാൻ മിസൈലുകളെ തകർക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെ വലിയ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പുതിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ വളരെ നിർണായകമായ യോഗങ്ങൾ ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിത് ഡോവൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയും കര നാവിക വ്യോമസേനാ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ പല തരത്തിൽ പല വകുപ്പുകൾ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ചർച്ചകൾ, കൂടിയാലോചനകൾ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ ലാഹോറിലും സിയാൽകോട്ടിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ രാത്രി വളരെ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മാറുന്നു. ആ അതിർത്തി എന്നതിനപ്പുറത്തേക്ക്, അതിർത്തി കടന്നുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ അടുത്തത് രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ, അതായത് നിലവിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇതുവരെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുള്ള സംഘർഷം എന്നതിൽ നിന്ന് അതൊരു അതിർത്തി കടന്നുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക്, യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഈ സ്ഥിതിവിശേഷത്തെ ഇപ്പോൾ പാകിസ്ഥാൻ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രകോപനപരമായ ഇടപെടൽ, മിസൈൽ ആക്രമണത്തിനുള്ള ശ്രമം, അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു യുദ്ധം എന്ന നിലയിലൊരു പ്രഖ്യാപനം ഇപ്പോൾ നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ നാശം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് യുദ്ധത്തിന്റെ വ്യാപ്തിയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ എന്ന നിലയിലേക്ക് പാകിസ്ഥാന്റെ ആ ഒരു ഉദ്ദേശത്തെ അല്ലെങ്കിൽ ആ പ്രകോപനത്തെ ഇന്ത്യ ആ തരത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ലാഹോറിലും സിയാൽകോട്ടിലും ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതായത് പാകിസ്ഥാൻ അകത്ത് ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരിട്ടുള്ള ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പോകുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഷെല്ലാക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ആക്രമണം നടക്കുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രകോപനത്തിന് തിരിച്ചടി എന്ന നിലയിൽ അത് വളരെ ഒരു മാന്യമായ തരത്തിൽ എന്ന നിലയ്ക്കാണ് കാര്യങ്ങളെ പോകുന്നത്. പക്ഷേ ഇനിയും അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്ന് വളരെ കൃത്യമായി ഇന്നിപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഒരു തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു, ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. അതായത് ഇതുവരെ ഇന്ത്യ, അതായത് കഴിഞ്ഞ ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിഞ്ഞ 1.5 മണിക്കൂർ ആയി ഉണ്ടായിരുന്ന പ്രതിരോധ സംവിധാനം, പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നെങ്കിൽ സൈന്യം തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ശരി.